9ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ ഹരികൃഷ്ണ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വർക്ക് ആൻഡ് എനർജി എന്ന ചാപ്റ്ററാണ്. അതിൽ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ വർക്ക് നന്നായിട്ട് പഠിച്ചു, അതായത് പ്രവൃത്തി എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ ഇക്വേഷനും ഡെറിവേഷനും എല്ലാം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വർക്കിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസും ന്യൂമറിക്കൽസും ഡിസ്കസ് ചെയ്തു. മൂന്നാമത്തെ പാർട്ടിൽ നമ്മൾ എനർജിയെ കുറിച്ച് പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എനർജിയുടെ ട്രാൻസ്ഫോർമേഷനെ കുറിച്ചാണ്. അതായത് എനർജിയെ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. തീർച്ചയായിട്ടും കഴിയും. എനർജിയെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ എനർജി ഒരു ഫോമിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറുമ്പോൾ അതിനെ പറയുന്ന പേരാണ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എനർജി. അതിന് പല ഉദാഹരണങ്ങൾ നമുക്ക് പറയാം. ആദ്യമായിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം വെള്ളം വലിയ ഹൈറ്റിലുള്ള ഡാമിലാണ് കെട്ടി നിർത്തുന്നത്. നമ്മുടെ നാട്ടിൽ ചെറുതോണി ഡാമുണ്ട്, ഇടുക്കി ഡാമുണ്ട്, പള്ളിവാസൽ ഡാമുണ്ട്, അങ്ങനെ കുറേ സ്ഥലത്ത് നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളത്തിന് എന്തുണ്ട്? അത് ഉയരത്തിലല്ലേ? ഉയരത്തിലുള്ള വസ്തുവിന് പൊസിഷൻ കൊണ്ട് കിട്ടുന്ന എനർജി ഏതാണ്? പൊട്ടൻഷ്യൽ എനർജി അഥവാ സ്ഥിതികോർജം. നമ്മൾ അതിൻ്റെ ഷട്ടർ തുറക്കുന്നതോടെ വെള്ളം താഴോട്ട് പതിക്കാൻ തുടങ്ങും. അത് മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ അതിൽ എന്ത് എനർജിയാണ് കിട്ടുന്നത്? കൈനറ്റിക് എനർജി. അപ്പോൾ അവിടെ പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് രൂപാന്തരം പ്രാപിച്ചു? കൈനറ്റിക് എനർജി അഥവാ ഗതികോർജമായി മാറി. ഇനി ഈ കൈനറ്റിക് എനർജി വന്ന് ടർബൈനിൽ വീഴുമ്പോൾ അതിൻ്റെ ബ്ലേഡ് കറങ്ങാൻ തുടങ്ങും. അപ്പോൾ ഈ കൈനറ്റിക് എനർജി ടർബൈൻ്റെ കൈനറ്റിക് എനർജിയാക്കി മാറ്റി അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ജനറേറ്റർ ഉപയോഗിച്ചിട്ട് ഒരു ഇലക്ട്രിസിറ്റി ആയിട്ട് മാറ്റുന്നത്. അപ്പോൾ ഇത് ഫൈനലി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. ഇനി മറ്റൊരു ഉദാഹരണം നോക്കിയാൽ ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം. ചെടികളെല്ലാം സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നു. അപ്പോൾ അത് ഏത് തരത്തിലുള്ള എനർജിയാണ്? ലൈറ്റ് എനർജിയാണ്, അല്ലേ? ഇനി ലൈറ്റ് എനർജി എന്തായിട്ടാണ് മാറുന്നത്? കെമിക്കൽ എനർജി ആയിട്ട് മാറുന്നു. അപ്പോൾ ആ ATP അല്ലെങ്കിൽ ആ ഗ്ലൂക്കോസിൽ സ്റ്റോർ ചെയ്യുന്ന എന്താണ്? കെമിക്കൽ എനർജി. ഇനി അത് സ്റ്റാർച്ച് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ ആ കെമിക്കൽ എനർജിയെ എന്തായിട്ട് മാറ്റുന്നു? നമ്മൾ ഹീറ്റ് എനർജി ആയിട്ട് മാറ്റുന്നു, അല്ലെങ്കിൽ മസ്കുലർ എനർജി ആയിട്ട് അത് നമ്മൾ മെക്കാനിക്കൽ വർക്കിനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുന്നു. ഇല്ലെങ്കിൽ നമുക്ക് മറ്റൊരു ഉദാഹരണമാണ് കോൾ ആൻഡ് പെട്രോളിയം. അത് ബയോമാസിൽ അടങ്ങിയിരിക്കുന്നതല്ലേ? അപ്പോൾ അതെന്താണ്? കെമിക്കൽ എനർജി. അത് ഞാനൊരു സ്റ്റീം എഞ്ചിനിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതെനിക്കൊരു ഹീറ്റ് എനർജി ആയിട്ടാണ് ലഭിക്കുന്നത്. അതല്ല ഞാനൊരു കാറിൻ്റെ എഞ്ചിൻ പ്രവർത്തിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതൊരു മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് എനിക്ക് ലഭ്യമാകുന്നത്. അതല്ല എനിക്ക് തെർമോ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെയെല്ലാം എനർജി ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നു. അപ്പോൾ നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്താണെന്ന് നോക്കാം. അതായത് എനർജി ക്യാൻ നീദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. ദാറ്റ് ഈസ് ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഓൺലി ഫ്രം വൺ ഫോം ടു ദി അതർ. അതായത് എനർജി ഒരിക്കലും നമുക്ക് പുതുതായി സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനേ കഴിയുള്ളൂ. ആൻഡ് ടോട്ടൽ എനർജി റിമെയിൻസ് ദ സെയിം ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ ട്രാൻസ്ഫോർമേഷൻ. അതിന് മുന്നും ശേഷവും, ട്രാൻസ്ഫോർമേഷന് മുമ്പും അതിന് ശേഷവും ടോട്ടൽ എനർജി എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇതിനു മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ പഠിച്ചു സ്ഥിതികോർജവും ഗതികോർജവും ചേർന്നതാണ് മെക്കാനിക്കൽ എനർജി, അല്ലേ? അപ്പോൾ ഞാനൊരു ഓബ്ജക്റ്റിനെ ഇങ്ങനെ മുകളിൽ പിടിച്ചിരിക്കുമ്പോൾ ഇതിന് എന്ത് എനർജിയാണുള്ളത്? ഇതിന് സ്ഥിതികോർജമാണുള്ളത്. കാരണം ഞാനതിനെ ഒരു ഹൈറ്റിലേക്ക് ലിഫ്റ്റ് ചെയ്തു. അപ്പോൾ റേസ്ഡ് പൊസിഷൻ കൊണ്ടുണ്ടാകുന്നത് എന്താണ്? സ്ഥിതികോർജം, അല്ലേ? ഇതിന് കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഗതികോർജം ഉണ്ടോ? ഇല്ല, സീറോ ആണ്. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ, കൈനറ്റിക് എനർജി ഇല്ല. ഇനി ഞാൻ ഇതിനെ റിലീസ് ചെയ്യുന്ന ആ നിമിഷം ഇതിന് കൈനറ്റിക് എനർജി ലഭിക്കും. പക്ഷെ എവിടെ നിന്നാണ് കിട്ടുന്നത്? ആ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജിയായിട്ട് രൂപാന്തരം പ്രാപിച്ച് താഴെ വന്നു. ഗ്രൗണ്ടിന് തൊട്ട് മുകളിൽ തട്ടുന്ന ആ സമയത്ത് ഇതിന് എന്തേ ഉള്ളൂ? കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ. പൊട്ടൻഷ്യൽ എനർജി സീറോ ആയി കഴിഞ്ഞു. ഓക്കെ, സോ ഓരോ പോയിന്റിൽ നമ്മൾ നോക്കിയാൽ എത്രത്തോളം പൊട്ടൻഷ്യൽ എനർജി ഉപയോഗിച്ചു എന്നതാണ് അതിൻ്റെ കൈനറ്റിക് എനർജിയുടെ അളവ്. അതായത് ഇപ്പോൾ ഈ ഒരു ഓബ്ജക്റ്റ് ഞാൻ കാണിച്ചിരിക്കുന്നു. ഇത് 3 പൊസിഷനിലാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും ടോപ്പിൽ ഇരിക്കുമ്പോൾ ഇതിന് പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ, കൈനറ്റിക് എനർജി ഇല്ല. ഗ്രൗണ്ട് ലെവലിന് തൊട്ട് മുകളിൽ എത്തുന്ന സമയത്ത് ഇതിന് പൊട്ടൻഷ്യൽ എനർജി സീറോ, എല്ലാം കഴിഞ്ഞു. എല്ലാ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജി ആയിട്ട് മാറി. സോ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് മാറി? കൈനറ്റിക് എനർജി. അപ്പോൾ ഇതിന് കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ, പൊട്ടൻഷ്യൽ എനർജി ഇല്ല. ഇനി ഹാഫ് വേ ത്രൂ നോക്കിയാലോ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും നമ്മുടെ ടോട്ടൽ എനർജി. കാരണം എത്രത്തോളം പൊട്ടൻഷ്യൽ എനർജി സ്പെൻഡ് ചെയ്തോ അതാണ് കൈനറ്റിക് എനർജി ആയിട്ട് ഓൾറെഡി മാറിക്കഴിഞ്ഞത്. ഇനി എനർജി ട്രാൻസ്ഫോർമേഷൻ മനസ്സിലാക്കാനായിട്ട് നമുക്ക് മറ്റൊരു സിറ്റുവേഷൻ നോക്കാം.
ഇവിടെ ഒരു ഒബ്ജക്റ്റിന്റെ 5 പൊസിഷൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. ആദ്യം എ പൊസിഷനിലാണ്. അപ്പോൾ ഇത് ഗ്രൗണ്ട് ലെവലിൽ നിന്നും 4 മീറ്റർ ഉയരത്തിലാണ്. അത് കഴിഞ്ഞ് അത് 1 മീറ്റർ താഴേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞു. അപ്പോഴേക്കും അതിന്റെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 3 മീറ്റേഴ്സ് ആയി. അപ്പോൾ തീർച്ചയായിട്ടും പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞു അല്ലേ? ഹൈറ്റ് കൂടുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കൂടും, ഹൈറ്റ് കുറയുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കുറയും. അപ്പോൾ ഇവിടെ കുറച്ച് പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞു, പക്ഷെ അത് എന്തായിട്ട് മാറും? കൈനറ്റിക് എനർജി ആയിട്ട് രൂപാന്തരം പ്രാപിച്ചു. കുറച്ചുകൂടി താഴെ വരുമ്പോഴോ പൊട്ടൻഷ്യൽ എനർജി വീണ്ടും കുറയും, അത്രയും കൂടി കൈനറ്റിക് എനർജി കൂടും. അങ്ങനെ കൂടി കൂടി വന്ന് ഗ്രൗണ്ട് ലെവലിൽ എത്തുമ്പോൾ, അതായത് ജസ്റ്റ് ഗ്രൗണ്ടിന് തൊട്ട് മുന്നേ പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് മാറും? 0. എല്ലാം മാറിക്കഴിഞ്ഞു. എന്തായിട്ട്? കൈനറ്റിക് എനർജി ആയിട്ട്. അപ്പോൾ ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല mgh ആണ് അല്ലേ? അതിലെ m എന്ന് പറയുന്നത് മാസ് ആണ്. അത് തൽക്കാലം നമുക്ക് ഇതിന്റെ മാസ് ഒരു 20 kg എന്നെടുത്താൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്ക് 10 എന്ന് എടുക്കാം. ഹൈറ്റ് ഇവിടെ ഇപ്പോൾ ആദ്യത്തെ കേസിൽ എത്രയാ? 4 മീറ്റർ. അപ്പോൾ mgh ചെയ്താൽ നമുക്ക് 800 ജൂൾ കിട്ടും. നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി ടുഗദർ എത്രയേ പാടുള്ളൂ? 800. അപ്പോൾ സോ ഇവിടെ 800 ഉണ്ടെങ്കിൽ ഇവിടെ കൈനറ്റിക് എനർജി എത്രയാണ്? 0 അല്ലെ? അതായത് ഹയസ്റ്റ് പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ, കൈനറ്റിക് എനർജി 0 ആണ്. കാരണം അത് മൂവ് ചെയ്യുന്നില്ല, അത് താഴോട്ട് വീണ് തുടങ്ങുമ്പോഴേ കൈനറ്റിക് എനർജി വരുള്ളൂ. ഇനി അടുത്ത സിറ്റുവേഷനിൽ എത്രയാണ്? ഇതിന്റെ ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള ഹൈറ്റ് 3 മീറ്റേഴ്സ് ആണ്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് 600 ജൂൾ കിട്ടും. അപ്പോൾ ടോട്ടൽ എപ്പോഴും എത്രയായിരിക്കണം? 800 ആയിരിക്കണം. അപ്പോൾ 800ൽ നിന്ന് 600 പോയാൽ ബാക്കി എത്ര? 200 ഉണ്ട്. അതാണ് കൈനറ്റിക് എനർജിയുടെ മെഷർ. ഇനി സിയിലേക്ക് വന്നു, കുറച്ചും കൂടി താഴേക്ക് പതിച്ചു. അപ്പോൾ വീണ്ടും അത് 1 മീറ്ററും കൂടി താഴേക്ക് വന്നപ്പോൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 2 മീറ്റർ ഉയരത്തിലാണ്. അപ്പോൾ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി 400 ആണ്. അപ്പോൾ ബാക്കി 400 എവിടെ പോയി? കൈനറ്റിക് എനർജിയായി. വീണ്ടും 1 മീറ്റർ കൂടി താഴേക്ക് വന്നു. അപ്പോൾ ഗ്രൗണ്ട് ലെവലിൽ നിന്നും 1 മീറ്റർ അകലത്തിലാണ്. അപ്പോൾ ഇത് പൊട്ടൻഷ്യൽ എനർജി 200 ആയി. പക്ഷേ അപ്പോഴേക്കും കൈനറ്റിക് എനർജി 600 ആയി. കാരണം എപ്പോഴും ടോട്ടൽ 800 കിട്ടണം. അടുത്ത ലാസ്റ്റ് സ്റ്റേജിലോ പൊട്ടൻഷ്യൽ എനർജി 0, കാരണം ഹൈറ്റ് 0 അല്ലേ? അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി 0 ആയി. ഇപ്പോൾ എല്ലാ ടോട്ടൽ എനർജി എന്തായിട്ട് മാറി? കൈനറ്റിക് എനർജി ആയിട്ട് മാറി. പ്രവൃത്തിയും ഊർജവും ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത മൂന്നാമത്തെ ഒരാളും കൂടിയുണ്ട്. അതെന്താണ്? പവർ. ഈ പവർ എന്ന് പറയുന്നത് ഇതുമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു ഘടകമാണ്. ഞാനിപ്പോൾ ഒരു ജോലി ചെയ്യുന്ന കാര്യം പറയുന്നു. എനിക്ക് ഒരു എന്തെങ്കിലും ഒരു ജോലി, ഫോർ എക്സാമ്പിൾ ഒരു 1000 സ്റ്റോൺസ് എടുത്ത് ഇങ്ങനെ അടുക്കി അടുക്കി വെക്കണം. എനിക്കത് ചെയ്തു തീർക്കാൻ ഒരു ഫുൾ ഡേ ഞാൻ ഉപയോഗിക്കുന്നു എന്ന് വിചാരിക്കുക. അതേസമയം മറ്റൊരു മെഷീൻ ആ ജോലി ചെയ്യുന്നു, അത് വെറും 2 മണിക്കൂർ കൊണ്ട് സെയിം ജോലി ചെയ്തു തീർക്കുന്നു. അപ്പോൾ ജോലിയുടെ കാര്യം പറയുമ്പോൾ ഞാൻ ചെയ്ത ജോലിയും മെഷീൻ ചെയ്ത ജോലിയും സെയിം ആണ്. പക്ഷെ അവിടെ നമ്മൾ സമയത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഓക്കെ, ഞാൻ ഒരു ദിവസം എടുത്തു, മെഷീൻ ഒരു 2 മണിക്കൂർ എടുത്തുള്ളൂ, പക്ഷെ ഞങ്ങൾ ചെയ്ത ജോലി സെയിം ആണ്. അപ്പം പ്രവൃത്തി പറയുമ്പോൾ നമ്മൾ സമയം നോക്കുന്നില്ല. പക്ഷേ സമയവും കൂടി കൺസിഡർ ചെയ്താൽ ആരാണ് ഫാസ്റ്റായിട്ട് ജോലി ചെയ്തതെന്ന് നോക്കിയാൽ ഓഫ് കോഴ്സ് ആ മെഷീനാണ് ഫാസ്റ്റായിട്ട് ജോലി ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ സമയവും കൂടി കണക്കിലെടുക്കുമ്പോൾ നമ്മൾ അതിനെ പറയുന്ന പേരാണ് പവർ. അപ്പോൾ ആർക്കാണ് പവർ കൂടുതൽ? മെഷീനാണ് പവർ കൂടുതൽ. കാരണം സെയിം ജോലി ചെറിയ സമയത്തിനുള്ളിൽ ആ മെഷീൻ ചെയ്തു തീർത്തു. അപ്പോൾ നമുക്ക് പവറിനെ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് എന്ന് പറയാം. അതായത് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ ആ റേറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ്? ടൈം എന്ന ഫാക്ടറാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ പവറിന്റെ ഇക്വേഷൻ എന്ത് എഴുതാം? വർക്ക് ഡൺ ബൈ ടൈം. എത്ര പ്രവൃത്തിയാണ് ഒരു നിശ്ചിത സമയത്തിൽ ചെയ്തു തീർക്കുന്നതെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വർക്ക് ഡണിന്റെ യൂണിറ്റ് ജൂൾ ആണെന്നറിയാം, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണെന്ന് അറിയാം. അപ്പോൾ SI യൂണിറ്റ് ഓഫ് വർക്ക് എന്താണ്? ജൂൾ പെർ സെക്കൻഡ്, അഥവാ അതിനെ നമ്മൾ വാട്ട് എന്നാണ് പറയുന്നത്. അതേസമയം നമ്മൾ എനർജിയുടെ ടേമിൽ ഉപയോഗിച്ചാലോ? നമ്മൾ ഓൾറെഡി പഠിച്ചു, വർക്ക് ഡൺ എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം എനർജി ഉപയോഗിച്ചു എന്നതിന് തുല്യമാണ്. ഞാൻ കൂടുതൽ എനർജി ഉപയോഗിച്ചാൽ എനിക്ക് കൂടുതൽ വർക്ക് ചെയ്യും അല്ലേ? അപ്പോൾ എനർജിയും വർക്കും ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഈ പവറിനെ എനർജി സ്പെൻഡ് ചെയ്ത റേറ്റ് എന്ന് പറഞ്ഞൂടെ? അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എന്തായി? പവർ ഈസ് ഈക്വൽ ടു എനർജി സ്പെൻഡ് അപ്പോൺ ടൈം. സോ ഇഫ് യു വോണ്ട് ടു ഡിഫൈൻ 1 watt, so the power of a body is 1 watt if it is doing 1 joule of work in 1 second. അതായത് നമുക്ക് ഏതൊരു ഡെഫിനേഷനും 1 ആണെന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് രണ്ടും 1 ആയിരിക്കണ്ടേ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. അപ്പോൾ 1 ജൂൾ ഓഫ് വർക്ക് 1 സെക്കൻഡിൽ ചെയ്യുമ്പോഴാണ് അതിൻ്റെ പവറിനെ നമ്മൾ 1 വാട്ട് എന്ന് പറയുന്നത്. ഇനി പലതരത്തിലുള്ള യൂണിറ്റ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. വാട്ട് തന്നെ ചിലപ്പോൾ ചെറിയ തോതിലാണ് പ്രവൃത്തി എങ്കിൽ അതിനെ നമുക്ക് ഒരു ചെറിയ യൂണിറ്റായ മില്ലി വാട്ട് എന്ന് പറയാം. മില്ലി വാട്ട് എന്ന് പറഞ്ഞാൽ 1 വാട്ടിൻ്റെ 1000
ഭാഗം 1000 ഭാഗത്തിൽ ഒന്നാണ്, അതായത് ഡിവൈഡഡ് ബൈ 1000 ആണ്. അപ്പോൾ 10⁻³ വാട്ട്സ് എന്ന് നമുക്ക് പറയാം. അതേസമയം വലിയ ഒരു യൂണിറ്റ് ആണ് നമ്മൾ നോക്കുന്നതെങ്കിലോ കിലോ വാട്ട് എന്ന് പറയാം. കിലോ എന്ന് പറഞ്ഞാൽ 1000 എന്നാണ് അർത്ഥം, 1000. അപ്പോൾ 10⁻³ അല്ലേ 1000. പിന്നെ മെഗാ ആകുമ്പോഴോ 10⁻6 ആയി. ഗിഗാവാട്ട് ആണെങ്കിലോ 10⁻9 വാട്ട്സ് ആയി. ഇനി എഞ്ചിനീയറിംഗിലൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ മറ്റൊരു യൂണിറ്റ് ആണ് ഉപയോഗിക്കുന്നത് പവറിന്, ഹോഴ്സ് പവർ. അപ്പോൾ ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 746 വാട്ടാണ്. എങ്ങനെ പോയാലും വാട്ട് എന്നതാണ് നമ്മുടെ SI യൂണിറ്റ്. ഇനി നമുക്ക് എനർജിയെ കുറിച്ച് പറയുമ്പോൾ കുറച്ചുകൂടി വലിയൊരു യൂണിറ്റ് ആവശ്യമാണ്. കാരണം പെർ സെക്കൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എപ്പോഴും നമുക്ക് പ്രയോജനപ്പെടില്ല. കാരണം നമ്മൾ ഇലക്ട്രിസിറ്റിയൊക്കെ ഉപയോഗിക്കുമ്പോൾ മണിക്കൂറുകളോളമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് കമേഴ്ഷ്യലായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ മറ്റൊരു യൂണിറ്റിനെ കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ യൂണിറ്റ് SI യൂണിറ്റ് കൂടാതെ കമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് എനർജി എന്ന് പറയുന്നത് കിലോ വാട്ട് അവർ ആണ്. അതായത് ഒരു കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് ദി എമൗണ്ട് ഓഫ് എനർജി യൂസ്ഡ് ഇൻ 1 hour അറ്റ് ദ റേറ്റ് ഓഫ് 1000 വാട്ട്സ്. അതായത് ഓരോ മണിക്കൂറിലും 1000 വാട്ട് എനർജിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ 1 കിലോ വാട്ട് അവർ ഇസ് ഈക്വൽ ടു 1 കിലോ വാട്ട് ഇൻറ്റു 1 hour. ഒരു കിലോ വാട്ട് എത്ര വാട്ട്സ് ആണ്? 1000 വാട്ട്സ്. ഒരു അവർ എന്ന് പറയുന്നത് എത്ര സെക്കൻഡ്സ് ആണ്? നമ്മൾ SI യൂണിറ്റിലെ സെക്കൻഡ് ആണ് SI യൂണിറ്റ്. അപ്പോൾ 60 × 60, അപ്പോൾ 3600, 3600. അപ്പോൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 3.6 × 10⁻6 ജൂൾസ് എന്ന് നമുക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് എനർജിയും SI യൂണിറ്റും തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ ഇന്ന് പഠിച്ച പാഠഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ന്യൂമറിക്കൽസും ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാരുമായിട്ടൊക്കെ ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.